ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അജ്മീർ പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ കാറിലാണ്, നമ്മൾ കാറിൽ യാത്ര ചെയ്യുവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ക്യാമൽ സഫാരി ഉണ്ട്, പിന്നെ ക്യാമൽ സഫാരി ഉണ്ട്, മറ്റേ ട്രക്കിംഗ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും വേറെയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നമുക്കത് അറിയില്ല. അപ്പം നമ്മളതെല്ലാം അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളെ വീഡിയോ ആക്കി ഇടാൻ പോകണം ഗൈസ്. അപ്പം അത് കുറേ നല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്ഥലങ്ങൾ കണ്ടോ, കുറേ സ്ഥലങ്ങൾ അവിടുത്തെ അവിടെ ഓരോരുത്തര മറ്റേ കിങ്സ് എല്ലാം ഉണ്ടല്ലോ. അപ്പം അവരുടെ ചരിത്രങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ മൗണ്ടൻസ്, നമ്മൾ കുന്നിൻ്റെ പുറത്തു കൂടെ എല്ലാമാണ് ട്രക്കിങ്ങിന് പോകണത്. അപ്പം ഞങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഒരു 15 കിലോമീറ്റേഴ്സ് കാണും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അടുത്തെത്താറായി, മലകൾ എത്താറായി. ഇതാണ് മല, കുറച്ച് ഒരു വലിയ 2-3 മലകളുണ്ട്. അപ്പം നമ്മളത് വെട്ടി തുറന്നിട്ടാണ് ഈ റോഡുകളെല്ലാം ഉണ്ടാക്കുന്നത്. അത് നമ്മളിങ്ങനെ പയ്യെ വരുമ്പോൾ കാണും. ഇവിടെ എല്ലാം കുറേ പശുക്കളുണ്ട് ഗൈസ്, കുറേ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പശുക്കളുണ്ട് അവിടെ ഇവിടെ എല്ലാം ആയിട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങളങ്ങനെ കുറേ മരങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം കുറേ പശുക്കളുണ്ട് ഗൈസ്, കുറേ ഇഷ്ടമുള്ള പശുക്കൾ. ഞങ്ങൾ എവിടെ നോക്കിയാലും പശുക്കളുടെ ഇതാണ് ഗൈസ്. അപ്പം ഞങ്ങൾ അങ്ങനെ 2 പശുക്കളെല്ലാം കണ്ടു. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് കുറച്ച് ദൂരമുണ്ട് കാറിൽ പോകാൻ. കുറേ പേര് 8 പേര് 9 പേരുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാറിൽ പോകാം. അതുകൊണ്ട് ഞങ്ങൾ കാർ തന്നെ സെലക്ട് ചെയ്തത്. ഓട്ടോ ആകുമ്പം നമ്മൾ 2 ഓട്ടോ ആയിട്ട് പോകണം. പിന്നെ ഇത് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് ഈ സിറ്റി ഫുള്ള് കാണാം. ആൾക്കാരെല്ലാം ഉള്ള എല്ലാ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കും, നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ചുകൂടെ ദൂരം എടുക്കും. നമ്മളെത്തതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞു സ്ഥലങ്ങളിലെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് മാൻ എന്ന് പറഞ്ഞ ഒരു ഡിയർ ഫോറസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് ആക്ച്വലി. അപ്പം നമുക്കിവിടെ 2-3 ഡിയറിനെ കാണാം, അത്രേ ഉള്ളൂ. നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കാണാം. വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പം അങ്ങനെ 2-3 ഡിയറിനെ കണ്ടു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഗൈസ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഡെസേർട്ടിലോട്ട് പോകാൻ ഡെസേർട്ട് സഫാരി ഡെസേർട്ടിലോട്ട് പോവാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അടുത്തെത്താറായി. അപ്പം ഇതും അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് അതിലെടുക്കുന്നത്. കാരണം വെച്ചാൽ കുലുക്കവും നമ്മൾ ട്രക്കിങ്ങിനെല്ലാം ഒട്ടും എടുക്കാൻ അത്രയ്ക്ക് കുലുക്കളാണ്. പിന്നെ ഇതെന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാം. അവർ ഹിന്ദിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാനത് ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവരെ കാണിക്കുന്ന വെച്ചാൽ ട്രക്കിംഗ് ഉണ്ട്, ക്യാമൽ ഇതുണ്ട്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസാണ് ഇവർ കാണിക്കുന്നത്. ഫസ്റ്റ് അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അവിടുത്തെ ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇടാം, അങ്ങനെയുണ്ട്. പിന്നെ ട്രക്കിംഗ് ഉണ്ട്, അതാണ് അവർ കാണിക്കുന്നത്. പിന്നെ ക്യാമലിൻ്റെ ഇത് കാണിക്കും. അത് ഞങ്ങളങ്ങനെ കുറേ 2-3 ഇതെടുത്ത് ട്രക്കിങ്ങും അവിടുത്തെ ഡ്രസ്സ് അതെല്ലാം ഇട്ട് ഞാൻ കാണിക്കും. അതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. അത് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണിക്കാം നിങ്ങൾക്ക്. അപ്പം അതെല്ലാമാണ് അവർ കാണിക്കുന്നത്. ക്യാമലിൻ്റെ ഉണ്ട്, ഓരോരുത്തരുടെ പിക്ചർ അനുസരിച്ച് എത്ര രൂപ വരും. ഞങ്ങൾ മൊത്തത്തോടെല്ലാം നോക്കിയപ്പം 6000, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ 6000 വരും. അപ്പം ഞങ്ങൾ വെച്ചിട്ട് 6000 കൊടുത്തിട്ട് അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ 3000 ട്രക്കിങ് മാത്രം 3000, ബാക്കിയെല്ലാം നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസ്. അപ്പം നമ്മൾ ബാക്കിയെല്ലാം പൈസ കൊടുക്കണം. അത് മാത്രം 3000 നമ്മൾ കിട്ടി. ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഇതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണാം, അതിൻ്റെ വീഡിയോകൾ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ആ ട്രക്കിങ്ങിൻ്റെ ആ സ്ഥലത്ത് എത്തി. ഞങ്ങളങ്ങനെ പ്രൈസ് എല്ലാം ചോദിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ അങ്ങോട്ട് ട്രക്കിങ്ങിന് ആ ഡെസേർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോയിക്കൊണ്ടിരുന്നപ്പം വാട്ടർ വേണമെന്ന് ചോദിച്ചു അവർ. നമുക്കത് വേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെ ഉണ്ടുകൊണ്ട് അത് നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞങ്ങളങ്ങനെ ഇപ്പോൾ കുലുക്കങ്ങളില്ല ഗൈസ്. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ഫോളോയാണെങ്കിൽ കുലുക്കും ഗൈസ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണിച്ചു. അപ്പം ഞങ്ങൾ ഒരു ട്രക്കിംഗ് വണ്ടി മേടിച്ചിട്ട് ഗൈസ്, അപ്പം ഞങ്ങൾ ഈ ഡെസേർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീപ്പിൽ.
അപ്പം നമ്മൾ ഈ റോഡിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡെസേർട്ട് എത്തും. ഇവിടെ നിന്ന് ഇത്തിരി ദൂരമേ ഉള്ളൂ പോവാന്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറെ നമുക്ക് ഇറങ്ങി കാണാനുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഇറങ്ങിയതൊന്നുമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മള് അടുത്തെത്താറായി. ഇത്തിരി കൂടെ ഉള്ളൂ. ഭയങ്കര വെയിലാണ് ഗൈസ്. കാരണം വെച്ചാൽ നമ്മളുടെ റൂഫ് ടോപ്പ് ഇല്ല, പ്ലെയിൻ. അതുകൊണ്ട് നമ്മൾ നല്ല വെയിലടിക്കും. അപ്പം എല്ലാവരും തൊപ്പി ഷോളെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ ഡെസേർട്ടിലെത്തി. ഇതാണ് ഡെസേർട്ട് സത്യത്തിൽ. അപ്പം ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ കയറി. ഷോപ്പെന്നല്ല, ഞാൻ പറഞ്ഞില്ല, നമുക്ക് രാജസ്ഥാനി ഡ്രസ്സുകളെല്ലാം നമുക്ക് ഇവിടെ ഇട്ട് ഫോട്ടോ വീഡിയോസ് എല്ലാം നമുക്ക് എടുക്കാം. അപ്പം ഞങ്ങളങ്ങനെ അവിടെ എല്ലാം കയറി പ്രൈസ് എല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കണം. പിന്നെ നമുക്ക് അവിടെ ഇതിലും പോവാം, മറ്റേ കാർ ഓട്ടിക്കുന്നുണ്ടല്ലോ, ഇലക്ട്രിക് കാറും. അത് ഇലക്ട്രിക് കാറും ഉണ്ട്, ബൈക്കും ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ഓട്ടിക്കുന്ന ഇതുണ്ട്. അപ്പം നമുക്ക് അവിടെ വേണമെങ്കിലും കയറാം. പിന്നെ ക്യാമൽ സഫാരി ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോണത് അപ്പം ഗൈസ്, അപ്പം ഞങ്ങൾ ഈ ഒരു വൈറ്റ് ജീപ്പിലാണ് വന്നത്. അപ്പം ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയപ്പം, രാജസ്ഥാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയപ്പം ഒരാൾക്ക് 400 റുപ്പീസാണ് ചോദിക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ബാർഗൻ ചെയ്ത് ഒരാൾക്ക് 200 റുപ്പീസ് വരെ ഞങ്ങളങ്ങനെ ഇത് ചെയ്തു. അപ്പുറത്തും ഉണ്ട് അതേപോലത്തെ ഷോപ്പ്. അവിടെ ഒരാൾക്ക് 600 റുപ്പീസാണ് ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങളങ്ങനെ അവിടെ പോയില്ല. കാരണം അവിടെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ 400 റുപ്പീസ് ചോദിച്ചാൽ അവിടെ പോയിട്ട് ഞങ്ങൾ ബാർഗെയിൻ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരാൾക്ക് 200 റുപ്പീസ് വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ തന്നു. അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആ ഒരു സ്ഥലത്ത് നമ്മൾ 600 ചോദിച്ചാൽ അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഗൈസ്, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മൗണ്ടൻ കാണിച്ചായിരുന്നു. അത് നമ്മൾ മറ്റേ സിപ്പ് ലൈൻ പോണ മൗണ്ടൻ ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ മല കയറി അങ്ങനെ പോവാം. പിന്നെ ഇടയ്ക്ക് ഈ ആൾക്കാർ ഇങ്ങനെ വരും, ഇങ്ങനെ വായിക്കും. നമ്മൾ വായിക്കാൻ പറയത്തില്ല, പക്ഷെ ഇങ്ങനെ വായിച്ചിട്ട് നമ്മളെ അടുത്ത് പൈസ ചോദിക്കും. നമ്മളങ്ങനെ കൊടുക്കണം. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ നമ്മൾ അടുത്ത് വന്ന് വായിക്കും. അപ്പം നമ്മളെ കണ്ടതെല്ലാം വീഡിയോ എല്ലാം എടുക്കുമ്പം അവർ നമ്മളെ അടുത്ത് വന്നിട്ട് പൈസ ചോദിക്കും. അപ്പം നമ്മളങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മളിത് കാണുമ്പോൾ തന്നെ പറയണം, അങ്ങനെ പൈസ തരാൻ പാടില്ല, തെറ്റില്ലെന്ന് പറയണം. അപ്പം അവർ ചോദിച്ചിട്ടാണ് അവർക്ക് ഇത് ചെയ്ത് കൊടുത്തത്. അപ്പം അങ്ങനെ ഞങ്ങളത് കുറച്ച് നേരം അതിരുന്ന് കേട്ടു. അപ്പം അവർ വായിക്കുന്നതാണ് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. ഗൈസ്, അപ്പം ഞങ്ങൾ അങ്ങനെ 200 ഇത് ചെയ്ത പ്ലേസിൽ പോയി. ഞാനിപ്പോൾ അങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഉമ്മയാണ് ഞങ്ങളിങ്ങനെ രാജസ്ഥാനി ഡ്രസ്സ് എടുത്ത് ഫോട്ടോ വീഡിയോയിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അവർ സ്കേർട്ടും ഉടുപ്പും പിന്നെ ഷോളെല്ലാം തരും നമുക്ക് തലയിലും എല്ലാം ഇടാൻ. അപ്പം അങ്ങനെ അവർ തന്നെ നമുക്ക് ഡ്രസ്സ് ഇട്ട് തരും. നമുക്ക് വേണമെങ്കിൽ ചൂസ് ഏത് ഡ്രസ്സ് വേണം അവർ കാണിച്ചു തരും. നമുക്ക് സ്മോൾ സൈസും കിട്ടും, ബിഗ് സൈസും കിട്ടും. അപ്പോൾ നമുക്ക് അവർ നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി, നമുക്കത് എടുത്ത് തരും. നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. പിന്നെ അവർ നമുക്ക് ഓർണമെന്റ്സ് എല്ലാം തന്നെ തരും. വളയാണെങ്കിലും മാല, അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ തരും. അപ്പം എനിക്ക് മാലയും വളയും പിന്നെ നമ്മൾ ചുറ്റി ഉണ്ടല്ലോ നമ്മൾ തലയിടുന്ന, അതെല്ലാം നമുക്ക് തരും. അപ്പോൾ അതെല്ലാം അവർ തന്നെ നമുക്ക് ഇട്ട് തരും. അന്നേരം ഷോളെല്ലാം അവർ തന്നെ ഇട്ട് തരും. പിന്നെ അവസാനം നമ്മൾ ഫോട്ടോയും വീഡിയോ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് നമ്മൾ അവർക്ക് ഡ്രസ്സ് ഇങ്ങനെ ഊരി കൊടുത്താൽ മതി. അപ്പോൾ അവരങ്ങനെ എനിക്കത് ഇട്ട് തരുവാണ്. അവരങ്ങനെ കെട്ടിയെല്ലാം ഇട്ട് തരും. കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൂ, റെഡ്, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലെ പല പല റെയിൻബോ കളേഴ്സ്, എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് നമുക്കത് ചൂസ് ചെയ്ത് നമുക്കത് ഇടാം. അപ്പം അങ്ങനെ ഇത് അവർ തന്നെ ഇത് ചെയ്യുന്ന വലിയ വളകളാണ്. നമ്മൾ കുഞ്ഞു വളകളല്ല, ഇത് വലിയ വളകളാണ്. അവർ രാജസ്ഥാനി ഡ്രസ്സ് പോലത്തെ ഫുള്ള് ഓർണമെന്റ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് അവർ തന്നെ തരും. അപ്പോൾ അതാ ഇവിടെ കുറേ വളകൾ, ഓരോരോ സൈസിലുള്ള വളകളെല്ലാം അവരിങ്ങനെ എടുത്തെടുത്ത് സെക്ഷനായിട്ടാണ് വെക്കുന്നത്. പിന്നെ അടുത്ത് ലാസ്റ്റ് നമുക്ക് ഷോൾ ഇട്ട് തരും. പിന്നൊന്നും ഷോളൊന്നും കുത്തിയൊന്നും തരത്തില്ല, നമുക്ക് തല ഇങ്ങനെ ഇട്ട് തന്നിട്ട് അത് കോർത്തി തരും. അത് ഇത്രയുള്ളൂ ചെയ്യുന്നത് ഇതിൻ്റെ സെറ്റ്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ട് കൊടുക്കണം. അതിനാണ് ഇവർ നമുക്ക് 400 റുപ്പീസ് എല്ലാം ചോദിക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ബാർഗൈൻ ചെയ്ത് ലാസ്റ്റ് 200 റുപ്പീസിന് നമുക്ക് അങ്ങനെ കിട്ടി.
അപ്പം ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ചെയ്തു. ഇതാണ് ഉമ്മി നിൽക്കുന്നത്. ഉമ്മി എന്നെ പോലെ ഒരു റെയിൻബോ യെല്ലോ ബ്ലൂ കളറെല്ലാമാണ് ഉമ്മി എടുത്തത്. ഉമ്മിയുടെയും എൻ്റെ ഡ്രസ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം ഞങ്ങളങ്ങനെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും കുറേ എടുത്തു. അപ്പം അങ്ങനെ അടിപൊളിയായിരുന്നു. ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രൈ ചെയ്ത് നമ്മൾ ഡ്രസ്സിൻ്റെ മേളിൽ കൂടെ തന്നെയാണ് ഇത് ഇടുന്നത്. അപ്പം അതുകൊണ്ട് നല്ലതായിരുന്നു. എല്ലാവരും ഇവിടെ വരുന്നവരെ എല്ലാവരും ഇത് ട്രൈ ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ അവർ തന്നെ ഞാൻ പറഞ്ഞില്ല, അവർ തന്നെ ഇങ്ങനെ വായിച്ചു തരും, മ്യൂസിക് ഇത് ചെയ്ത് തരും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവസാനം പൈസ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങളങ്ങനെ അവിടെ ക്യാമലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ 2-3 വീഡിയോസും ഫോട്ടോസും എല്ലാം ഞങ്ങളങ്ങനെ എടുത്തു. കറങ്ങി എല്ലാം എടുത്തു. പയ്യനാണിത് വായിക്കുന്നത് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇവരുടെ ഭാഷയിലുള്ള സംഗീതമാണ്. നല്ല രസമുണ്ട്, പക്ഷെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു പൊളി വൈബാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ. കാരണം നല്ല ബാക്കിലൊക്കെ കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കേട്ടോണ്ട് നിൽക്കാൻ രസമുണ്ട് കേട്ടോ. ഈ പയ്യൻ്റെ ആ ഒരു രീതികളാണ് നല്ല രസം. ഈ പയ്യൻ വായിക്കുന്ന കാണാനാണ് രസം. ഗൈസ് അപ്പം ഇവരിങ്ങനെ പാട്ട് പാടും. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞ വന്നു. കുഞ്ഞ ഒരു ബ്ലാക്ക് സ്കേർട്ടും ടോപ്പുമാണ് ഇട്ടേക്കുന്നത്, പിന്നെ റെഡ് ഷോള്. അവരും കുഞ്ഞ് സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്ത് എല്ലാ ഓർണമെൻറ്റ്സും എല്ലാം ഇട്ട് ഇത് ചെയ്യുന്നതാണ്. പിന്നെ അവരിടയ്ക്ക് ചോദിക്കും കലം വേണോ. ഗൈസ് അവരിടയ്ക്ക് ചോദിക്കും കലം വേണോ, നമ്മളിങ്ങനെ തലയിൽ വെച്ച് കുറേ ഫോട്ടോ എടുക്കാൻ. അപ്പം ഞങ്ങളതൊന്നും മേടിച്ചില്ല, കാരണം ചിലപ്പോൾ അതിന് എക്സ്ട്രാ 100 രൂപ വല്ലതും ചാർജ് ചെയ്താലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് തന്നായിരുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്നെല്ലാം പോയി. ക്യാമൽ സഫാരി ഒന്നും ചെയ്തില്ല. നമ്മൾ ട്രക്കിങ്ങിന് വന്ന് ഇത് ചെയ്തു. കാരണം ക്യാമൽ സഫാരി ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പം ഗൈസ് അങ്ങനെ വേറൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ സ്ഥലത്ത് നിർത്തിയായിരുന്നു. അപ്പം നമ്മൾ ആ സെയിം സ്ഥലം തന്നെ സെയിം ഇതായതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല. ചുമ്മാ ഒന്ന് നമ്മളിങ്ങനെ നോക്കിയിട്ട് പോവാണ് ചെയ്തത്. അപ്പം ഭയങ്കര പാടുപെട്ട് ഗൈസ് സത്യത്തിൽ എടുക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലുണ്ടായിരുന്നു. ചൂടങ്ങനെ എടുത്തില്ല, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു ഗൈസ്. അപ്പം ഗൈസ് ഞാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. കാരണം നല്ല കുലുക്കവും വെയിലും ഫോണൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് വെക്കാൻ പോലും പറ്റിയില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ കുലുക്കാൻ കാണണം. ഇടയ്ക്ക് ഞാൻ ഈ കുലുക്കങ്ങളെല്ലാം കാണിച്ചില്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടാണ് ഗൈസ് കുലുങ്ങുന്നത്. നല്ല രീതി കുലുങ്ങുന്നുണ്ട് ഗൈസ്. അപ്പം കാരണം കുറേ ഹില്ലുകളിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല ഇതുണ്ട്. അപ്പോൾ അതുപോലെ നല്ല ചൂട് കാറ്റാണ് ഗൈസ് അടിക്കുന്നത്. നമ്മളങ്ങനെ വീർക്കുന്നില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പം നമ്മളങ്ങനെ നമ്മൾ ആ സഫാരി അങ്ങനെ പൂർത്തിയാക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി വീഡിയോ ആണെങ്കിൽ